എല്ലാവർക്കും വെൽക്കം. അപ്പം മിസ് എന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ പരീക്ഷ എഴുതുമ്പം, ഇംഗ്ലീഷ് പരീക്ഷ എഴുതുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സുകളാണ് വരുത്താൻ പാടില്ലാത്തതെന്ന് പറയാനായിട്ട് മിസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ നമ്പറുകൾ വളരെ കറക്റ്റായിട്ട് എഴുതുക. നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ നമ്പർ നിർബന്ധമായിട്ടും എഴുതി വെക്കണം. മാർജിൻ്റെ അപ്പുറത്ത് വളരെ വൃത്തിയായിട്ട് തിരിയുന്നത് പോലെ, മനസ്സിലാകുന്നത് പോലെ എഴുതി വെക്കേണ്ടതാണ്. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കോംപ്രിഹെൻഷൻ പാസേജസ് ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് രണ്ട് കോംപ്രിഹെൻഷൻ പാസേജും ഉണ്ട്, ഒരു കവിതയുണ്ട്. ഇതെല്ലാം ചോദ്യങ്ങളും ഉത്തരങ്ങൾ എഴുതുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഡീറ്റെയിൽ ആയിട്ട് ആ പാസേജ് വായിക്കാൻ നിൽക്കരുത്. കാരണം ഒത്തിരി ഉള്ളതൊന്നും നിങ്ങൾക്ക് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് വായിക്കാതിരിക്കുക. മിസ് പറഞ്ഞ് ഓർക്കുക, ചെറി പിക്ക് ചെയ്യുക. നിങ്ങൾ എന്താണ് ആ ചോദ്യം ആവശ്യപ്പെടുന്നതെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് നമ്മൾ പെട്ടെന്ന് സ്കിം റീഡ് ചെയ്ത് ആ പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് മുമ്പോ അതിന് ശേഷമോ ഉള്ളതായിരിക്കും കറക്റ്റായിട്ടുള്ള ഉത്തരം. പിന്നെ എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് നീണ്ട ആൻസർ എഴുതാൻ മടിയായിട്ട് പോയിന്റ് ആയിട്ട് എഴുതും. ഇതൊരു സയൻസ് പരീക്ഷയല്ല. അപ്പം നിങ്ങൾ ഓർക്കേണ്ട കാര്യം, പാരഗ്രാഫ് ഫോമാറ്റിൽ എഴുതേണ്ടതാണ്. 5 മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പേപ്പറോ മാക്സിമം 1.25 പേപ്പറൊക്കെ എഴുതാവുള്ളൂ. അതിൽ കൂടുതൽ പോകരുത്. 2 മാർക്ക് അല്ലെ 1 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 2-3 ലൈന്, 3 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു അര പേപ്പർ, അല്ലെങ്കിൽ ഒരു 7 മാർക്ക് എന്ന് പറയുമ്പോൾ 2 സൈഡോ എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഇടവിട്ടിട്ട് എഴുതണം. നമ്മൾ ഒരു ചോദ്യം കഴിഞ്ഞ പാടെ ഒരു ലൈൻ പോലും വിടാതെ അടുത്ത ചോദ്യം എഴുതാൻ നിൽക്കരുത്. കാര്യം അത് ഭയങ്കര മിക്സ് ആയിട്ട് പോകുന്നതായിട്ട് തോന്നും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം മെയിൻ പോയിന്റ്സ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ, മെയിൻ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുന്നു എന്ന വ്യാജേന എല്ലാം അണ്ടർലൈൻ ചെയ്ത് വെക്കരുത്. അപ്പം അതും നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന വലിയൊരു വീഴ്ചയാണ്. പിന്നെ പറ്റുന്നത്, ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഫ്രഷ് പേപ്പറിൽ മൊത്തമായിട്ട് ലെറ്റർ എഴുതി തീർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും നല്ല കുറേ വാക്കുകൾ, നല്ല വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ എത്ര നന്നോണം വൊക്കാബുലറി യൂസ് ചെയ്യുന്നോ അത്ര നല്ലപോലെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ പാടില്ലാത്തത്, നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും PYQ ചെയ്യാതെ ഇരിക്കരുത്. നിങ്ങൾ എല്ലാ PYQ നോക്കി വെക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ ഇരിക്കരുത്. നിങ്ങൾ വിചാരിക്കരുത് നമുക്ക് ഗൈഡ് ഉണ്ടല്ലോ, ഇതുപോലെ ബുക്ക് ഉണ്ടല്ലോ, അതിൽ നിന്ന് സമ്മറി പഠിക്കാമെന്ന്. പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മറ്റ് ഇൻഫർമേഷൻ നഷ്ടപ്പെടുകയും നിങ്ങളുടെ പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട ഡീറ്റെയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റാതെ വരികയും ചെയ്യും. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവസാന നിമിഷത്തേക്ക് ഇംഗ്ലീഷ് വെക്കരുത്. പരീക്ഷ എഴുതുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗ് വരുന്നതായിരിക്കും. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷ എഴുതുമ്പം നമ്മൾ എന്ത് ചെയ്യണം? നല്ല വൃത്തിയായിട്ട് നല്ല കൈയക്ഷരത്തിൽ എഴുതണം. കാരണം ഇംഗ്ലീഷാണ്, ടീച്ചേഴ്സ് ഒത്തിരി വായിക്കുന്നതാണ്, നമ്പേഴ്സ് അല്ല. അപ്പം ഇംഗ്ലീഷ് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഭയങ്കര കൈ അക്ഷരം വേണമെന്നല്ല പറയുന്നത്, പക്ഷേ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ 1, 2, 3 എന്ന് എഴുതുവാണെങ്കിൽ, അല്ലെങ്കിൽ ABC, അല്ലെങ്കിൽ ആബ്സെൻ്റ് എന്ന് എഴുതുവാണെങ്കിൽ ABSCNT എന്ന് എഴുതുകയാണെങ്കിൽ അത് അക്ഷരങ്ങൾ ടീച്ചേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇംഗ്ലീഷ് പേപ്പറിൽ പ്രത്യേകിച്ച് ചുമ്മാ കുത്തി വരയ്ക്കാതിരിക്കുക. ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ അത് ചുമ്മാ കുത്തി വരയ്ക്കാതിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എൻറ്റയർ ഉത്തരം തെറ്റിപ്പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരൊറ്റ വര ക്രോസ് ആയിട്ട് വരയ്ക്കാനേ പാടുള്ളൂ. ചുമ്മാ ഇങ്ങനെ കുത്തി വരച്ച് ആകെ വൃത്തികേടാക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഒരു സെക്ഷൻ്റെ ഉത്തരം ഏറ്റവും അവസാനം എഴുതിയാൽ മതി എന്നുണ്ടെങ്കിൽ, ഏത് സെക്ഷനാണോ നിങ്ങൾ എഴുതുന്നത് ആ സെക്ഷൻ ചൂസ് ചെയ്തിട്ട് 1, 2, 3, 4 ആ സെക്ഷൻ്റെ ചോദ്യങ്ങളുടെ ഓർഡറിനനുസരിച്ച് എഴുതുക. ഇപ്പം നിങ്ങൾ സെക്ഷൻ C ആണ്. സെക്ഷൻ സിയുടെ അണ്ടറിൽ 31, 32, 33, 34 എന്നുള്ള 4 essay ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എങ്ങനെയാണോ ഉത്തരം എഴുതുന്നത് അത് അങ്ങനെ തന്നെ 31ൻ്റെ ഉത്തരം ആദ്യം എഴുതുക, 32ൻ്റെ ഉത്തരം പിന്നെ എഴുതുക, 33 അത് കഴിഞ്ഞ്, 34 ഏറ്റവും അവസാനം, അങ്ങനെ ഒരേ ഓർഡറിൽ എഴുതുക. അല്ലാതെ ഒരിടത്ത് 31 പിന്നെ എവിടെ 34 അങ്ങനെ ചുമ്മാ കുളവാക്കി എഴുതരുത്. അല്ലെങ്കിൽ സെക്ഷൻ Aയും സെക്ഷൻ Bയും മിക്സ് ചെയ്ത് എഴുതരുത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഓരോ സെക്ഷൻ എഴുതുമ്പോഴും നല്ല വൃത്തിയായിട്ടും നീറ്റായിട്ടും എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു.